ഫ്രണ്ട്സ്, റോണാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ ചെമ്മീൻ ബിരിയാണി റെസിപ്പിയാണ്. ഈ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. ഇതിനാവശ്യമായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള ചെമ്മീനാണ്. ആ ചെമ്മീൻ എടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. എന്നിട്ട് അത് നന്നായിട്ട് ഈ വാഷ് ചെയ്ത് വെച്ച ചെമ്മീനിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും പിന്നീട് അതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി പേസ്റ്റ് ആക്കി വെച്ചിട്ടുള്ളതും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ഗാർലിക് പേസ്റ്റുമാണ് ഇതിലേക്ക് വേണ്ടത്. അത് നന്നായി ഈ ചെമ്മീനിൽ നമ്മൾ എടുത്തു വെച്ച ചെമ്മീനിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് ചെമ്മീനിലേക്ക് പിടിക്കുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഏകദേശം ഇത് ചെമ്മീനിലേക്ക് മൊത്തം മിക്സായി വന്നിട്ടുണ്ട്. അതുവരെ ഇളക്കിയതിന് ശേഷം ഈ ചെമ്മീൻ അരമണിക്കൂറോളം നമ്മൾ ഫ്രീസറിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഇപ്പം നമ്മൾ ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നീട് നമുക്ക് അതിലേക്ക് വേണ്ട ഞാൻ ഇപ്പോൾ 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. 1 കിലോ ചെമ്മീനിലേക്ക് 1 കിലോ അരി, ആ റേഷ്യോ ആണ് വേണ്ടത്. എന്നിട്ട് ഈ അരി നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്യാൻ വെക്കുക. ഒരു 2-3 തവണ നന്നായിട്ട് കഴുകുക. എന്നിട്ട് അത് ഡ്രെയിൻ ചെയ്യാൻ വെക്കുക. പിന്നീട് നമുക്ക് ഒരു പാൻ അടുപ്പത്ത്, ഞാനൊരു ചീനച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ആ ചീനച്ചട്ടി ഹീറ്റായി വരുമ്പോൾ അതിലൊരു 50 to 75 ml വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. ആ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ വാഷ് ചെയ്ത് വെച്ച കാഷ്യൂ നട്ട്സ് എടുത്ത് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇടുക. ആ കാഷ്യൂ നട്ട്സ് നന്നായിട്ട് വാഷ് ചെയ്ത കാഷ്യൂ നട്ട്സാണ്. അത് ഫ്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഓവർ ഫ്ലെയിം വേണ്ട, കാരണം നന്നായിട്ട് ഹീറ്റായ എണ്ണയാണ്. അപ്പോൾ അത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ, ഇപ്പോൾ അത് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി. ഇനി നമുക്കിത് കോരിയെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം കാഷ്യൂ നട്ട്സ് എത്ര വേണമെന്നുള്ളത് നിങ്ങളുടെ ഓപ്ഷനിലാണ്. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും, കുറച്ചാണെങ്കിൽ കുറച്ച്, ഏതായാലും കുഴപ്പമില്ല. അത് ശരിക്കും ഒരു ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ടേസ്റ്റിനും കൂടി വേണ്ടിയിട്ടാണ്. എന്നിട്ട് പിന്നീട് ഇതിലേക്ക് നമുക്ക് വേണ്ടത് നന്നായിട്ട് കഴുകി വെച്ച ഉണക്കമുന്തിരി, അതായത് റൈസിൻസ്, അതും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അത് പെട്ടെന്ന് ഫ്രൈ ആയി വരും, കാരണം അത് അത്രയും ഹീറ്റായ എണ്ണ. ആ സമയം നിങ്ങൾ ഫ്ലെയിം കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിലായിരിക്കണം ചെയ്യേണ്ടത്. ആ റൈസിൻസും ആയിട്ടുണ്ട്, അതും കോരി വെച്ചതിന് ശേഷം പിന്നീട് നമുക്ക് ഞാൻ ഇതിലേക്ക് 2 സവോള നൈസായി, മീഡിയം സൈസ് സവോള നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ സവോള ഇതേ എണ്ണയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് എണ്ണയിലിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ ഒരു ഉപ്പ് കൂടെ ആഡ് ചെയ്താൽ പെട്ടെന്ന് അത് മുരിഞ്ഞ് കിട്ടും, പെട്ടെന്ന് അത് ബ്രൗൺ കളറായി കിട്ടും. ഇതാ ഇപ്പോൾ ഏകദേശം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ഉള്ളി ഫ്രൈ ചെയ്തതും കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. മാറ്റി വെച്ചതിന് ശേഷം പിന്നീട് നമുക്ക് വേണ്ടത്, നമ്മൾ ആ റെസ്റ്റ് ചെയ്യാൻ എടുത്തു വെച്ച മസാല തേച്ച് വെച്ച ചെമ്മീനില്ലേ, ആ ചെമ്മീന് ഇതേ എണ്ണയിലേക്കിട്ട് നന്നായിട്ടൊരു 80% ഫ്രൈ ആക്കി എടുക്കുക. ഇപ്പം ഞാൻ ചെമ്മീൻ എണ്ണയിലേക്ക് ഇടാൻ പോവുകയാണ്. ആ ചെമ്മീൻ എണ്ണയിലിട്ടതിന് ശേഷം ഒരു 5 മിനിറ്റോളം ഇതെന്തായാലും വേവാൻ സമയം എടുക്കും, കാരണം ചെമ്മീൻ അത്യാവശ്യം വേവുള്ളതാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മൾ ഇളക്കി തിരിച്ച് മറിച്ച് വിട്ടെടുത്ത് ഒരു ഫ്രൈ ആക്കി എടുക്കുക. ഒരു 80% ഫ്രൈ ആയാൽ മതി, കാരണം ബാക്കിയുള്ളത് നമ്മൾ ബിരിയാണി ദം ചെയ്യുന്ന സമയത്ത് ആ ദമ്മിൽ കിടന്നൊരു 10 മിനിറ്റോളം വേവുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം ഒരു 80% ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കുക. എണ്ണയിൽ നിന്നും കോരിയെടുത്തതിന് ശേഷം ഇതേ ചട്ടിയിലേക്ക്, ഞാനൊരു ചീനച്ചട്ടിയാണ് വെച്ചത്, ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ്. ഇതേ ചട്ടിയിലേക്ക് ഒരു 50 to 75 ml വെളിച്ചെണ്ണ വീണ്ടും ആഡ് ചെയ്യുക. വീണ്ടും ആഡ് ചെയ്തതിന് ശേഷം ആ എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലേ, അതിൽ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഫുള്ളായുള്ളത് അത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് എണ്ണയിലിട്ട് ഇളക്കിയതിന് ശേഷം ഇതേ എണ്ണയിലേക്ക് വീണ്ടും നമുക്ക് വേണ്ടത് ജിഞ്ചർ പേസ്റ്റാണ്. അതേ മെഷർമെൻറ്റിൽ, അതായത് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നവരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തിപ്പോൾ ഏകദേശം ഒരു പച്ചമണമൊക്കെ മാറിത്തുടങ്ങുമ്പോൾ നമ്മൾ നൈസായിട്ട് അരിഞ്ഞ് വെച്ച ഒരു 2 മീഡിയം സൈസ് സവോളയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ സവോള ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള, ഇപ്പോൾ ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് സവോള വഴന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്
ഉപ്പ് ഇതിൻ്റെ കൂടെ ഇടാൻ പറയുന്നത്. ആവശ്യത്തിന് ഈ മസാലയ്ക്ക് നിങ്ങൾക്ക് എത്രയാണോ ഉപ്പ് ആവശ്യമുള്ള അത്രയും ഉപ്പ് ഇതോടൊപ്പം ഇട്ട് കൊടുക്കുക. ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് നമുക്ക് ഇതിലേക്ക് വേണ്ടത്, ഞാൻ എടുത്തിട്ടുള്ള ഒരു 5 പച്ചമുളകാണ്, ഗ്രീൻ ചില്ലി. ആ 5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് വീണ്ടും ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് കറിവേപ്പില, മല്ലിയില, പുതിനയില. ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം. പ്രത്യേകിച്ച് ഒരു മെഷർമെൻ്റ് ഇല്ല അതിന്. അപ്പം ഞാൻ അത്യാവശ്യം എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള ആഫ്രിക്കൻ മല്ലിയിലയാണ്, സാധാ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മല്ലിയിലല്ല, വീട്ടിലുള്ള മല്ലിച്ചപ്പും പുതിനയും കറിവേപ്പിലയാണ്. അത് ആവശ്യത്തിനുള്ളത് നന്നായിട്ട് കട്ട് ചെയ്ത് ഈ മസാലക്കൂട്ടിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഈ മസാലക്കൂട്ടിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് നമുക്ക് ഇപ്പോൾ എണ്ണയ്ക്ക് ഏകദേശം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു 3 മീഡിയം സൈസ് തക്കാളി, നല്ല പുളിയുള്ള തക്കാളിയാണെങ്കിൽ തക്കാളിയുടെ അളവ് കുറയ്ക്കാം. 3 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞ് വെച്ചതും ഇതേ എണ്ണയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ തക്കാളിയുടെയും ഈ മസാലക്കൂട്ടിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഒന്ന് വേവാൻ വേണ്ടി വെക്കുക. ആ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ടത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, പിന്നീട് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നിങ്ങൾ സാധാ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത്ര തന്നെ അളവ് വേണ്ട, കാരണം അതിന് എരിവ് കൂടുതലായിരിക്കും. ഇതിന് എരിവ് കുറവായതുകൊണ്ടാണ് 1 ടീസ്പൂൺ ചേർത്തിട്ടുള്ളത്. പിന്നീട് 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിച്ചതും നന്നായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ആഡ് ചെയ്തതിന് ശേഷം ഈ മസാലക്കൂട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് നമുക്ക് ആ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. ആ മസാലക്കൂട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഏകദേശം ഞാനൊരു 1/2 കപ്പ്, ചെറിയ കപ്പിന് 1/2 കപ്പ് തൈര് നിങ്ങൾ ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. മസാലയ്ക്ക് ഒരു പുളിപ്പൊക്കെ വരുന്നതിന് വേണ്ടിയാണ്, ടേസ്റ്റും വരുന്നതിന് വേണ്ടിയാണ്. അത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് പുളി എത്ര ഉണ്ടോ അതിനനുസരിച്ച്, പുളിപ്പ് കൂടുതലുള്ള തൈരാണെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക. എന്നിട്ട് ഏകദേശം ഒരു 2-3 മിനിറ്റോളം വീണ്ടും വേവിക്കുക. ഇപ്പം വെന്ത് വന്നു, മസാല റെഡിയായി. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെടുത്ത് ഫ്രൈ ചെയ്ത് വെച്ച ആ ചെമ്മീനില്ലേ, ആ ചെമ്മീൻ ഈ മസാലയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് ആ ചെമ്മീൻ്റെ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഈ മസാലയ്ക്ക് വരിക. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് നേരം കൂടെ വീണ്ടും വേവിക്കുക. ഇപ്പോൾ ഏകദേശം നമ്മളെ ചെമ്മീൻ മസാല റെഡി ആയി കഴിഞ്ഞു. ഇനി വേണ്ടത് നമുക്ക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാന് അടുപ്പത്ത് വെക്കുക. ആ പാന് ഹീറ്റായി വന്നതിന് ശേഷം ഞാൻ ഒരു 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. അതിന് ശേഷം ആ 3 ടേബിൾ സ്പൂൺ നെയ്യ് അതിലേക്ക് പോരാ, അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഞാൻ വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്തു. ഈ വെളിച്ചെണ്ണ ആഡ് ചെയ്തതിന് ശേഷം പിന്നീട് നമുക്ക് അതിലേക്ക് വേണ്ട കുറച്ച് സ്പൈസസ് ആണ്. കുറച്ച് ബേ ലീവ്സ്, ഒരു 5-6 ഗ്രാമ്പു, ഒരു 5ഓളം ഏലക്ക, കുറച്ച് പട്ട, കുറച്ച് ചെറിയ ജീരകം. ഇത് നന്നായി എണ്ണയിലേക്കിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അത് മൊരിയേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായി എണ്ണയിലേക്കിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും. കാരണം ഈ സ്പൈസസ് എല്ലാം കൂടെ എണ്ണയിൽ കിടന്ന് മൊരിയുന്ന ആ ഒരു സ്മെല്ല് വരും. എന്നിട്ട് അതിലേക്കൊരു ചെറിയൊരു സവോള നൈസായി അരിഞ്ഞും കൂടെ ഇട്ട് ഈ എണ്ണയിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ജസ്റ്റ് 1 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേന് ഈ മസാലക്കൂട്ടിലേക്ക് നമ്മൾ എടുത്ത് വെച്ച് ഡ്രെയിൻ ചെയ്ത് വെച്ച അരി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അരി ഇട്ട് വറുത്തെടുക്കണം എന്നല്ല പറയുന്നത്, നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഈ എണ്ണയിലിട്ട് വറുത്താൽ ആ ചോറിനൊരു പ്രത്യേക ടേസ്റ്റ് വരും. അതിന് വേണ്ടിയിട്ടാണ്. അത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരെ വെള്ളം ഒഴിച്ചിട്ട് അരി അതിലേക്കിട്ട് വേവിക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഈ അരിയിട്ട് ഞാൻ അരി പൊട്ടുന്ന സൗണ്ട് കേൾക്കും. അതുവരെ മതി, അത്രയും സമയം മതി. അത് കളർ മാറേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ആ ചോറിനൊരു പ്രത്യേക ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ ആ അരി ഏകദേശം ഒരു 2-3 മിനിറ്റ് ഞാൻ അതിലിട്ട് വറുത്ത്, എന്നിട്ട് അതിലേക്ക് ഞാൻ 3 കപ്പ് വെള്ളമാണ് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. 2 കപ്പ് അരിയിലേക്ക് 3 കപ്പ് വെള്ളം, അതായത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള ആ റേഷ്യോയിൽ വെള്ളം എടുത്തിലേക്ക് ഒഴിച്ചു. ആ തിളച്ച വെള്ളം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അരിയും തിളച്ചു വന്നു. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരുപാട് ഉപ്പ് വേണ്ട, കാരണം മസാലയിൽ നല്ല ഉപ്പ് വരുന്നു. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിട്ടുള്ളത്. ആ ഉപ്പും അതേപോലെ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ അതിൻ്റെ ചാറ്, ആ ചെറുനാരങ്ങ നീരും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ചെറുനാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫുൾ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റോളം ഇത് വേവാൻ വെക്കുക. അതിനിടയ്ക്ക് ഇടയ്ക്കൊന്ന് അരി ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റോളമായി നമ്മൾ ആ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാവും, നല്ല വൃത്തിക്കുള്ള ചോറായിട്ടുണ്ട്.
എന്നിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് ദം ചെയ്യുകയാണ് വേണ്ടത്. എന്നിട്ട് ദം ചെയ്യാൻ വേണ്ടി ഞാനൊരു അലൂമിനിയം പാത്രമാണ് സ്റ്റൗവിൽ വെച്ചിട്ടുള്ളത്. അത് ഹീറ്റായി വന്നതിന് ശേഷം സിമ്മിലേഡാവും, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹീറ്റായി വന്നതിന് ശേഷം അതിലേക്കൊരു കുറച്ച് നെയ്യ് തൂവുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഈ ചെമ്മീൻ മസാലക്കൂട്ടില്ലേ, അതൊരു ലെയർ ഇട്ട് കൊടുക്കുക. ചെമ്മീൻ മസാലക്കൂട്ട് ഇതാ ഈ കാണുന്ന പോലെ അതിലേക്ക് പരത്തിയിട്ടതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി ആ കൂട്ട് ഒരു ലെയറായി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില, പുതിനയില, കറിവേപ്പില ഈ മിക്സും കൂടെ ഇതിലേക്ക് ഒരു ലെയർ വിതറി കൊടുക്കുക, സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചോറില്ലേ, നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ചോറുണ്ടല്ലോ, നെയ്ച്ചോറ് പോലത്തെ ആ ചോറ് ഇതിലേക്ക് കട്ട കൂടാതെ ഉടച്ച് നന്നായിട്ട് നല്ല വൃത്തിക്ക് ഒറ്റ ലെയറാക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കളറിന് വേണ്ടിയിട്ട് ഞാൻ ഫുഡ് കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് വെള്ളത്തിൽ കലക്കി ആ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കൂടാതെ ഇതിലേക്ക് കുറച്ച് നെയ്യ് കുറവാണ്, ഞാൻ ഇട്ട നെയ്യ് കുറവായിരുന്നു. അപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം അല്ലെങ്കിൽ 1/2 ടീസ്പൂണോളം നെയ്യും കൂടെ ഇതിൻ്റെ മേലെ, ഈ ചോറിൻ്റെ മേലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഒരു 2-3 ലെയർ ഇതേ ആവർത്തി ചെയ്യുക. കാരണം ചെമ്മീൻ കൂട്ട്, ചെമ്മീൻ മസാല, പിന്നീട് അതിൻ്റെ മേലെ ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഫ്രൈ ചെയ്തത്, മല്ലിയില, പുതിനയില, അങ്ങനെ ഒരു 3 ലെയർ ഞാൻ ചെയ്തു. ഇപ്പം നമ്മളെ ബിരിയാണി ദം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ദം ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ തന്നെ സെയിം ടൈറ്റ് ആയിട്ടുള്ള ഒരു അടപ്പെടുത്ത് അടയ്ക്കുക. എന്നിട്ട് അത് എയർ ടൈറ്റായി നിൽക്കാൻ വേണ്ടി ഞാൻ 3 ക്ലിപ്പ് വെച്ച് എയർ ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. 3 ക്ലിപ്പ് വെച്ചിട്ട് എയർ ടൈറ്റ് ചെയ്തു. എന്നിട്ട് സിമ്മിലിടുക. സിമ്മിലൊരു 10 മിനിറ്റോളം ഇട്ട് ഇത് ദം ചെയ്യുക. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ല സ്മെല്ല്, നല്ല ബിരിയാണീൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. നല്ല സ്മെല്ലാണ്, ചെമ്മീൻ ബിരിയാണീൻ്റെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഓപ്പൺ ചെയ്ത് അതാ നിങ്ങൾക്ക് കാണാം വീഡിയോയിൽ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു ബൗളിലേക്ക് നമുക്കിത് സെർവ് ചെയ്യാം. ഇപ്പം ഞാനിതാ ഒരു ട്രേയിലേക്ക് ഇത് സെർവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.